ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അമൂല്യങ്ങളായ ഔഷധച്ചെടികളുടെ അറിവുകൾ പങ്കുവയ്ക്കുന്ന ഈ ചാനലിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കിഴാർ നെല്ലി എന്ന ഔഷധച്ചെടിയെയാണ്. യൂഫോബിയസി സസ്യകുടുംബത്തിൽപ്പെട്ട കിഴാർ നെല്ലിയുടെ ശാസ്ത്രീയ നാമം ഫിലോന്തസ് നിരൂരി ലിൻ എന്നാണ്. വയൽ പ്രദേശങ്ങളിലും നീർവീഴ്ചയുള്ളതുമായ പ്രദേശങ്ങളിലും ഇത് കാണപ്പെടുന്നു. മലയാളത്തിൽ കിരുട്ടാർ നെല്ലി എന്ന് വിളിക്കുന്നു. സംസ്കൃതത്തിൽ ഇതിനെ ഭൂധാത്രി, താമലകി, താലിതല, ബഹുപത്ര, ബഹുഫല, ബഹുവീര്യ എന്നും ഹിന്ദിയിൽ ഭൂയി ആംല എന്നും അറിയപ്പെടുന്നു. സാധാരണയായി 15 മുതൽ 30 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടി കേരളത്തിലെ എല്ലായിടത്തും കാണാറുണ്ട്. ഇലകൾക്കിടയിലാണ് വളരെ ചെറിയ ഫലങ്ങൾ കാണപ്പെടുന്നത്. ശാഖകളോട് കൂടിയതും ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളിലും ഇത് കാണപ്പെടുന്നു. കിഴാർനെല്ലി പ്രധാനമായും കരൾ രോഗ ചികിത്സയിൽ പ്രാധാന്യമർഹിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫിലാന്തിൻ എന്ന ഘടകമാണ് കരൾ രോഗങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കുന്നത്. കൂടാതെ വയറുവേദന, ദഹനക്കേട് എന്നിവയ്ക്കും ഇത് സമൂലം ഔഷധയോഗ്യമാണ്. രക്താതിസാരം, അതിസാരം എന്നിവയ്ക്ക് മോരിൽ അരച്ച് കഴിക്കുന്നതും ഉത്തമമാണ്. തലമുടി പൊഴിയുന്നത് തടയാനും ബലമുള്ള മുടിയിഴകൾ ഉണ്ടാകുവാനും ഇത് സമൂലം അരച്ച് തേച്ച് പിടിപ്പിക്കുന്നത് ഒരു ശീലമാക്കാവുന്നതാണ്. വളരെ സുലഭമായി ലഭിക്കുന്ന ഈ സസ്യം നാം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നാം വലിയ വില കൊടുത്ത് വിപണിയിൽ നിന്നും വാങ്ങുന്ന ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളിലും ഇവയൊക്കെ തന്നെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന കാര്യം നാം വിസ്മരിക്കരുത്. സാധാരണയായി ശാസ്ത്രീയ നാമങ്ങളിലൂടെ അറിയപ്പെടുന്ന ഇവയെല്ലാം നിത്യജീവിതത്തിൽ നാം കേട്ടുപരിചയമില്ലാത്തതാകാം ഇതിന് കാരണം. അറിവിലൂടെ ആരോഗ്യമെന്നത് ഇവിടെ അന്വർത്ഥമാകുന്നു. തിക്തക കഷായ മധുരരസവും ലഘുവായ ഗുണവും ശീതവീര്യവും വിഭാഗത്തിൽ മധുരവുമാണ് കിഴാർ നെല്ലി. പ്രകൃതിയും മനുഷ്യനുമായുള്ള ബന്ധം അഭേദ്യമാണല്ലോ. കണ്ണു തുറന്ന് ചുറ്റും നോക്കിയാൽ നമുക്ക് ചുറ്റും അത്ഭുതങ്ങളുടെ ഒരു ലോകം തന്നെയാണ് പ്രകൃതി മനുഷ്യനൊരുക്കിയിരിക്കുന്നത്. പക്ഷേ ആധുനിക മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും ഏറെ അകന്നു പോകുന്നു എന്നുള്ളത് ഏറെ ഖേദകരം തന്നെ. അതിനാൽ പ്രകൃതിയോടിണങ്ങുന്ന ജീവിതശൈലികളെയും ഭക്ഷണശീലങ്ങളെയും ഔഷധ സസ്യ പരിപാലന മാർഗങ്ങളെയും നാം എല്ലാം നമ്മുടെ നിത്യജീവിതത്തിലും തിരികെ കൊണ്ടുവരാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ. നന്ദി, നമസ്കാരം.